നമസ്കാരം. ഓട്ടപ്രദർശനത്തിലേക്ക് ഏവർക്കും സ്വാഗതം. പാകിസ്ഥാൻ്റെ അമേരിക്കയിലെ ലോബിയിങ് ആണ് വിഷയം. പാകിസ്ഥാൻ്റെ അമേരിക്കയുടെ ലോബിയിങ്ങിൻ്റെ ശക്തി എന്താണ് എന്നറിയണമെങ്കിൽ ട്രംപ് ഈ പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ അവസാന സമയത്തൊക്കെ എങ്ങനെ പ്രതികരിച്ചിരുന്നു എന്ന് മനസ്സിലാക്കണം. അതായത് അമേരിക്കയിൽ വളരെ ശക്തമായ രീതിയിൽ ട്രംപിൻ്റെ ഉപജാപക സംഘങ്ങൾക്ക് പാകിസ്ഥാൻ കാശ് കൊടുക്കുന്നുണ്ട്. അത്ര ദാരിദ്ര്യമൊന്നും അമേരിക്കയ്ക്കായിട്ടല്ല, അവിടെ ലോബിയിങ് ഈ രീതിയിൽ നടത്താം. അങ്ങനെ പാകിസ്ഥാൻ ഈ രീതിയിൽ ഫണ്ട് ചെയ്തിട്ടുണ്ട്. പഹൽഗാം ഭീകരാക്രമണത്തിൻ്റെ അന്ന് തന്നെ $50,000 FARAയ്ക്ക് പാകിസ്ഥാൻ കൈമാറിയത്. പിന്നീടൊരു $2,000 കൈമാറിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം മെയ് 7 വീണ്ടും ഒരു $50,000 കൈമാറിയിട്ടുണ്ടായിരുന്നു. അത് ജാവലിൻ അഡ്വൈസർ എന്ന് പറയുന്ന ഒരു ഏജൻസിക്കാണ് കൈമാറിയത്. ഈ സമയത്ത്, അതായത് ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ സമയത്ത്, ഓപ്പറേഷൻ സിന്ദൂർ അവസാനിക്കുമ്പോൾ ട്രംപ് ചില അവകാശവാദങ്ങളൊക്കെ ഉന്നയിച്ചിരുന്നു. ഇന്ത്യയോട് ഞാൻ പറഞ്ഞിട്ടാണ് ഇന്ത്യ ഈ വെടിനിർത്തൽ നടത്തിയത്, ഈ യുദ്ധം അവസാനിപ്പിച്ചത് അങ്ങനെയാണ് എന്നൊക്കെയുള്ള അവകാശവാദങ്ങൾ ഉന്നയിച്ചിരുന്നു. ഇത് തികച്ചും വാസ്തവവിരുദ്ധവും ബഡായി മാത്രമാണ്. ട്രംപ് ധാരാളം ബഡായി അടിക്കുന്ന ആളാണെന്ന് ഇതിനോടകം തന്നെ എല്ലാവർക്കും, ലോകത്തിനെല്ലാം വ്യക്തമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ആ രീതിയിലൊരു ബഡായി മാത്രമായിരുന്നു ഇത്. ധാരാളം കാശ് ഈ രീതിയിൽ പാകിസ്ഥാൻ അമേരിക്കയിൽ ലോബിങ്ങിന് വേണ്ടിയിട്ട് മാത്രം വിനിയോഗിക്കുന്നുണ്ട്. പാകിസ്ഥാൻ എന്ന് പറയുന്നത് ഒരു ദരിദ്ര രാജ്യം തന്നെയാണ്. ഇപ്പോൾ ഇറാനിൽ ഈ സംഘർഷം നടന്നിട്ടുണ്ട്. ഈ ഇറാനിൽ നടന്ന സംഘർഷം ഭാരതത്തെ എത്ര കണ്ട് ബാധിച്ചിട്ടുണ്ട്? ഒരു രീതിയിലും ബാധിച്ചിട്ടില്ല എന്ന് പറയുന്നില്ല, പക്ഷേ വളരെ കുറച്ച് മാത്രമേ ബാധിച്ചിട്ടുള്ളൂ. പക്ഷേ ഇപ്പോൾ പാകിസ്ഥാനിലേക്ക് നോക്കിയാൽ പാകിസ്ഥാനിൽ ലോക്ക്ഡൗൺ ആണ് പലയിടങ്ങളിലും. ജനജീവിതം ആകെ സ്തംഭിച്ചിരിക്കുകയാണ്. ഇൻഫ്ലേഷൻ അതിൻ്റെ പരമാവധിയിലാണ്. കടകൾ അടഞ്ഞു കിടക്കുകയാണ്. ഇങ്ങനെ ജനത ആകെ കഷ്ടപ്പെടുകയാണ്. ജനത കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ അസിം മുനീറിനെയും ഷബാസ് ഷെരീഫിനെയും ഒക്കെ വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടിലാണ് ജനത. ഭക്ഷണം കഴിക്കാൻ ജനത്തിന് കാശില്ലാത്ത അവസ്ഥയാണ്. ഊർജ്ജ പ്രതിസന്ധി മറ്റൊരു ഭാഗത്തും. സർക്കാർ ഓഫീസുകൾ മാത്രമല്ല, സാധാരണ ജനത, സാധാരണ ഷോപ്പുകൾ പോലും പാകിസ്ഥാനിൽ അടഞ്ഞു കിടക്കുകയാണ്. അപ്പോൾ ഈ രീതിയിലാണ് പാകിസ്ഥാനിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അപ്പോഴാണ് പാകിസ്ഥാൻ അമേരിക്കയിലെ ചില ലോബികൾക്ക് വേണ്ടിയിട്ട് കാശ് വിനിയോഗിക്കുന്നത്. അങ്ങനെയാണ് പാകിസ്ഥാൻ കയ്യിൽ ഭക്ഷണം കഴിക്കാൻ കാശില്ലെങ്കിലും കഞ്ചാവും മറ്റ് മയക്കുമരുന്നുകളുമൊക്കെ വിപണനം നടത്തുവാനായിട്ട് പാകിസ്ഥാൻ്റെ കയ്യിൽ കാശുണ്ട്. മറ്റ് രാജ്യങ്ങളിലേക്ക് ഭീകരവാദ പ്രവർത്തനം നടത്തുവാനായിട്ട് പാകിസ്ഥാൻ്റെ കയ്യിൽ കാശുണ്ട്. ഈ രീതിയിൽ ഒരു രാജ്യമാണ്, അങ്ങേയറ്റം ഭീകരവാദം നിറഞ്ഞ, ഭീകരവാദം കൊണ്ട് മുന്നോട്ട് പോകുന്ന ലോകത്തിൻ്റെ രോഗിയായ ഒരു രാജ്യമാണ് പാകിസ്ഥാൻ. ഈ രാജ്യമാണ് അമേരിക്കയുടെ ലോബിയിങ്ങിന് വേണ്ടിയിട്ട് ഇത്രയധികം കാശ് സ്പെൻഡ് ചെയ്യുന്നതാണ്. പക്ഷേ അതിനനുസരിച്ച് അമേരിക്കയിൽ ആരെങ്കിലും ഒന്ന് തുമ്മിയാൽ തന്നെ ഇവിടുന്ന് പ്രതിപക്ഷം ഇറങ്ങി തുടങ്ങും. എന്തേ അതിന് വേണ്ടിയിട്ട് മറുപടി പറയാത്തത്? മറുപടി പറയേണ്ട ഒരു കാര്യവുമില്ല. ഇന്നലെ കഴിഞ്ഞ ദിവസമാണ് ട്രംപ് പറഞ്ഞത് ഇന്ത്യ നരകമാണ് എന്നൊക്കെ രീതിയിൽ. വളരെ വെറും ബെഡായി മാത്രമാണ്. ഇതിനൊന്നും ആരും മൈൻഡ് ചെയ്യേണ്ട ഒരു കാര്യവുമില്ല. ഇന്ത്യ അതിന് മറുപടിയൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയം വളരെ കൃത്യമായിട്ടുള്ള മറുപടിയൊക്കെ പറഞ്ഞിട്ടുണ്ട്. മറുപടി പറഞ്ഞില്ലെങ്കിൽ തന്നെ ഇതിന് വലിയ കഴമ്പൊന്നും ഉള്ള കാര്യമേ അല്ല. കാരണം ട്രംപിനെ അത്രയ്ക്ക് മാത്രമേ കാണാവൂ എന്നുള്ളത് ട്രംപ് പലതവണ തെളിയിച്ചിട്ടുള്ളതാണ്. ഇനി പാകിസ്ഥാനിലേക്ക് വന്നു കഴിഞ്ഞാൽ വീണ്ടും നിരവധി തവണ ഈ ഇത്തരത്തിൽ $50,000 വെച്ച് പാകിസ്ഥാൻ അമേരിക്കയിലെ പല ഏജൻസികൾക്കും കൈമാറിയിട്ടുണ്ട്. എന്നാലും ഏറ്റവും അവസാനം കൈമാറിയത് കഴിഞ്ഞ ജൂൺ മാസത്തിലാണ്. അപ്പോൾ ഈ രീതിയിലാണ് ഈ അമേരിക്കയുടെ ലോബിയിങ് കാര്യങ്ങൾ പോകുന്നത്. ഇനി എന്തിനാണ് എന്നതിനെക്കുറിച്ച് വ്യക്തമായിട്ട് ഈ ഏജൻസികൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പഹൽഗാം വിഷയത്തിൽ അമേരിക്കയെ സ്വാധീനിക്കുവാൻ വേണ്ടിയിട്ടാണ് എന്നുള്ള തരത്തിൽ തന്നെ ഇതിൻ്റെ റിപ്പോർട്ടുകൾ പുറത്തുണ്ട്. ആർക്ക് വേണം ഇത്തരം റിപ്പോർട്ടുകൾ പരിശോധിക്കാവുന്നതാണ്. അപ്പോൾ ആ രീതിയിൽ കാര്യങ്ങൾ പാകിസ്ഥാൻ ഇങ്ങനെ സെറ്റ് ചെയ്തതിൻ്റെ ഭാഗമായിട്ട് പലതരത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങളും ട്രംപിൻ്റെയും അമേരിക്കയുടെയും ഭാഗത്തു നിന്നുണ്ടായിട്ട് ഇന്ത്യക്ക് ഇത്തരം അഭിപ്രായ പ്രകടനങ്ങളുടെ ഒന്നും ആവശ്യമില്ല. ഇന്ത്യക്ക് ഇന്ത്യയുടേതായ നിലയിൽ കൃത്യമായിട്ട് നട്ടെല്ല് നിവർത്തി നിൽക്കുവാനുള്ള ഒരു ശേഷിയുണ്ട്. ഇന്ത്യ ഒരു ബ്രോക്കർ രാജ്യമൊന്നുമില്ല എന്ന് എസ് ജയശങ്കർ പറഞ്ഞതുപോലെ പാകിസ്ഥാനെ പോലെ ഈ കണ്ട രാജ്യങ്ങളുടെ ദയാവായ്പിന് കീഴ്ന്ന് നടക്കേണ്ട ഒരു കാര്യവും ഭാരതത്തിനില്ല. അങ്ങനെ ഇത്തരം കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ ഇവിടുത്തെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനവും ഏത് തരത്തിലാണ് കാര്യങ്ങളെ സമീപിക്കുന്നതെന്ന് നോക്കാം. എല്ലാ വിഷയങ്ങൾ വരുമ്പോഴും പാകിസ്ഥാൻ അനുകൂലമായ നിലപാടുകളാണ് പലപ്പോഴും സ്വീകരിച്ചിട്ടുള്ളത്. എന്ത് ലോബിയിങ്ങിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് നിർവഹിക്കുന്നത് എന്നറിയില്ല. പല ലോബിയിങ് ഇതിൻ്റെ പിന്നിലുണ്ട് എന്ന് സംശയിച്ചാലും ഒരു തെറ്റും പറയാനില്ല. കാരണം ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ കാര്യത്തിൽ, അവിടെ നടത്തിയ സ്ഫോടനങ്ങളുടെ കാര്യത്തിൽ ഒക്കെയും തെളിവ് ചോദിച്ചിട്ടുണ്ടായിരുന്നു രാഹുൽ ഗാന്ധി.
ഇന്ത്യയുടെ സർജിക്കൽ സ്ട്രൈക്ക് ഓപ്പറേഷൻ ബലാക്കോട്ടിൻ്റെ സമയത്ത് തെളിവ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ത്യ എന്ത് ഓപ്പറേഷൻസ് നടത്തിയാലും രാഹുൽ ഗാന്ധി തെളിവ് ചോദിക്കും, ഇതിനെക്കുറിച്ച് കാര്യമായ വിവരങ്ങൾ ചോദിക്കും. പാകിസ്ഥാൻ്റെ വാദഗതികളാണ് പലപ്പോഴും രാഹുൽ ഗാന്ധി പറയുന്നതും. ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് ഒന്ന് ഇരുത്തി ചിന്തിച്ചാൽ നേരെ തിരിച്ചും ഇത് സംഭവിക്കുന്നില്ലേ എന്നുള്ള സംശയം തന്നെ തോന്നും. അങ്ങനെ സംഭവിക്കാനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയുവാൻ പറ്റില്ല. ഏകദേശം വളരെ നല്ല രീതിയിൽ 90% അത്തരത്തിലുള്ള സാധ്യതകൾ തന്നെയുണ്ട് ഈ രീതിയിൽ രാഹുൽ ഗാന്ധി പ്രവർത്തിക്കുവാനാണ്. അതായത് രാഹുൽ ഗാന്ധി പലപ്പോഴും ഇന്ത്യക്ക് വേണ്ടിയിട്ടല്ല പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ് ഇതിനകത്തുള്ള ന്യായീകരണം എന്ന് പറയുന്നത്. രാഹുൽ ഗാന്ധി നമ്മുടെ ശത്രു രാജ്യത്തിന് വേണ്ടിയിട്ടാണ് നാവ് ചലിപ്പിക്കുന്നത്. ചില ടൂൾ കിറ്റുകൾ കർഷക സമരത്തിൻ്റെ സമയത്ത് ചില ടൂൾ കിറ്റുകൾ ലഭിച്ചിട്ടുണ്ട്. ഈ ടൂൾ കിറ്റുകൾ ലഭിക്കുകയും ഇതിന് വേണ്ടിയിട്ടുള്ള സ്ട്രക്ചർ തയ്യാറാക്കുകയും ആ സമരത്തിന് വേണ്ടിയിട്ടുള്ള സ്ട്രക്ചർ തയ്യാറാക്കുകയും ചെയ്തത് ആരാണ് എന്നുള്ളത് ഇപ്പോഴും ദുരൂഹമാണ്. അതോടൊപ്പം തന്നെ ഇപ്പോൾ നടക്കുന്ന വ്യവസായ മേഖലയിൽ നടത്തുന്ന സമരങ്ങൾ, നോയിഡയിലൊക്കെ സമരം നടത്തുന്നു, മഹാരാഷ്ട്രയിലേക്ക് ബാധിക്കുവാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇങ്ങനെ പല സംസ്ഥാനങ്ങളിലും ബാധിക്കുവാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പിന്നിൽ ആരാണ്? അപ്പോൾ ഈ രീതിയിൽ നമ്മുടെ നാട്ടിൽ, നമ്മുടെ രാജ്യത്തിനകത്ത് തന്നെ പ്രതിപക്ഷത്തിനെ ഫണ്ട് ചെയ്യുന്ന ഒരു എക്സ്റ്റേണൽ ഏജൻസി ഉണ്ട് എന്നുള്ളതാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. അതൊക്കെ കൊണ്ടാണ് പലപ്പോഴും ഈ FCRA ഒക്കെ വരുമ്പോൾ, FCRAയ്ക്ക് നിയന്ത്രണം നടത്തുമ്പോൾ, പല കാര്യങ്ങളിൽ നിയന്ത്രണം നടത്തുമ്പോൾ അവർ ഇതിനെ എതിർക്കുന്നത്. വനിതാ സംവരണ ബില്ലിൻ്റെ കാര്യത്തിലും ഇതുതന്നെയാണ് സംഭവിക്കുന്നത്. വനിതാ സംവരണ ബിൽ നടപ്പിലാക്കി എടുത്തു കഴിഞ്ഞാൽ ചില പ്രത്യേക രാഷ്ട്രീയ പാർട്ടികൾക്ക് വലിയ പ്രശ്നങ്ങളുണ്ടാകും. കാരണം സ്ത്രീകളെ മുന്നോട്ട് കൊണ്ടുവരുന്നതിന് അവർക്ക് ഒരു രീതിയിലും ആഗ്രഹിക്കുന്നില്ല. അത് മാത്രമല്ല ഈ ഭീകരവാദ പ്രസ്ഥാനങ്ങൾ, പല പ്രസ്ഥാനങ്ങളുടെ ഭാഗത്തു നിന്നും ഇത്തരം ഫണ്ടുകളും ലോബിയിങ്ങും ഭാരതത്തിനകത്ത് പോലും ഇവർക്കിടയിൽ നടന്നിട്ടുണ്ടാകുവാനുള്ള ഒരു സാധ്യതയും നമുക്ക് തള്ളിക്കളയുവാൻ കഴിയില്ല. അപ്പോൾ വനിതാ സംവരണ ബില്ല് എന്തുകൊണ്ടാണ് പ്രതിപക്ഷം എതിർത്തത് എന്നതിനെക്കുറിച്ച് ഇപ്പോൾ ഏകദേശം വ്യക്തമായി കാണും എന്ന് ചിന്തിക്കുന്നു. ഇത്തരത്തിൽ എല്ലാ കാര്യങ്ങൾക്കും ആർട്ടിക്കിൾ 370 പിൻവലിച്ചപ്പോൾ അവർ എതിർത്തിരുന്നു. ഓരോ നല്ല കാര്യം സംഭവിക്കുമ്പോഴും എന്തിനാണ് പ്രതിപക്ഷം എതിർക്കുന്നത് എന്ന് ഒന്ന് ഇരുത്തി ചിന്തിച്ചു കഴിഞ്ഞാൽ വളരെ വ്യക്തമാക്കി നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഇനി കുറച്ചും കൂടി കഴിഞ്ഞ് വീണ്ടും നമുക്ക് പാകിസ്ഥാനിലേക്ക് തന്നെ വന്നു കഴിഞ്ഞാൽ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അടിമുടി താളം തെറ്റി നിൽക്കുന്ന അവസ്ഥയാണ്. ഇറാൻ പാകിസ്ഥാനെ ഇതുവരെയും വിശ്വസിച്ചിട്ടില്ല. ഇറാന് ഒരു രീതിയിലും പാകിസ്ഥാനെ അംഗീകരിക്കുവാനും കഴിയില്ല. പക്ഷേ ഇറാനിലെ ചില ലോബികൾക്ക് അസിമുനീറുമായിട്ട് നേരിട്ട് തന്നെ ബന്ധമുണ്ട്. അവർ ഇതിനു വേണ്ടിയിട്ട് മുറവിളി കൂട്ടുന്നുണ്ട്. അപ്പോൾ അതുമാത്രമാണ് അവിടെ പാകിസ്ഥാൻ്റെ ആകെ കൂടിയുള്ള ശക്തി. ഇനി ട്രംപിൻ്റെ കുറച്ച് ഉപജാപക സംഘങ്ങൾ ഈ രീതിയിൽ പാകിസ്ഥാനെ ഈ ഏജൻസി ഏൽപ്പിക്കുവാൻ, അതായത് സമാധാന ചർച്ചയുടെ ഭാഗമായിട്ട് പാകിസ്ഥാനെ മുന്നിൽ നിർത്തി കളിക്കുവാൻ വേണ്ടിയിട്ട് ഇവർ ആഗ്രഹിക്കുന്നു. ഇവർക്ക് അർഹമായ രീതിയിൽ, ഇവർക്ക് വലിയ രീതിയിലുള്ള കാശിനോടുള്ള അത്യാർത്തിയുമുണ്ട്. ഇതിനെല്ലാത്തിനും വേണ്ടിയിട്ട് പാകിസ്ഥാനെ മുന്നിൽ നിർത്തി കളിക്കുക, അതായത് മഹാഭാരത യുദ്ധത്തിൽ എന്തായിരുന്നോ ശിഖണ്ഡിയുടെ റോള്, അതാണ് ഇപ്പോൾ പാകിസ്ഥാൻ നടത്തുന്നത് എന്നർത്ഥം. പാകിസ്ഥാനിൽ ഒന്നും തന്നെ ഇല്ല ഇപ്പോൾ. അടിമുടി താളം തെറ്റി നിൽക്കുന്ന അവസ്ഥയിൽ ഇങ്ങനെ പാകിസ്ഥാൻ കാര്യങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൻ്റെ കാര്യം എന്ന് പറയുന്നത് എങ്ങനെയെങ്കിലും ഒന്ന് പിടിച്ചു നിൽക്കുക എന്നത് കാര്യം മാത്രമാണ്. അത് മാത്രമല്ല, ഭീകരവാദികളെ പിന്തുണയ്ക്കുവാനും, ഭീകരവാദികൾക്ക് ഇപ്പോൾ ഫണ്ടിങ് ഇല്ലാതെ വരുമ്പോൾ സ്വാഭാവികമായി അവർ പാകിസ്ഥാന് നേരെ തിരിയും. ആ കാര്യവും കൂടി മുൻനിർത്തിക്കൊണ്ടാണ് പാകിസ്ഥാൻ ഇതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തുന്നത്. എന്തായാലും അതൊന്നും ഫലവത്താകുവാനായിട്ട് പോകുന്നില്ല. ഇതിൻ്റെ ഏറ്റവും അവസാനം, ഇതിൻ്റെ നിർണായകമായ നിമിഷത്തിൽ ഭാരതം തന്നെ എത്തിയാൽ മാത്രമേ ഈ ചർച്ച ഫലവത്താകുകയുള്ളൂ. കാരണം ഈ ഇരു രാജ്യങ്ങളിലേക്ക് പോകുവാനുള്ള ഒരു കെൽപ്പ് ഉള്ളത് ഭാരതത്തിന് മാത്രമാണ്. പക്ഷേ ഭാരതം അങ്ങനെ നിൽക്കാത്ത, പാകിസ്ഥാൻ പോലുള്ള ഒരു ഭീകരവാദ രാജ്യത്തിനെ പോലെ, ഒരു ബ്രോക്കർ രാജ്യത്തിനെ പോലെ ഭാരതത്തിന് ഇതിലങ്ങനെ ഇറങ്ങുവാൻ സാധിക്കുകയില്ല. അതിന് വ്യക്തമായിട്ടുള്ള ചില കാരണങ്ങൾ വേണം. കാരണങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ ഭാരതം ഇതിലേക്ക് ഇറങ്ങുള്ളൂ. ഇറങ്ങിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇത് ഒത്തുതീർപ്പാകും എന്നുള്ള കാര്യം ഉറപ്പാണ്. ഈ പശ്ചിമേഷ്യൻ പ്രശ്നം ഒത്തുതീർപ്പാകും. അതിൻ്റെ സമയത്ത് ഭാരതം ഇടപെടുകയും ചെയ്യും. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളുമായി ദേശീയതയുടെയും സമാജത്തിൻ്റെയും ശാക്തീകരണത്തിനു വേണ്ടി തത്വമയിയുടെ ജൈത്രയാത്ര തുടരുകയാണ്. യൂട്യൂബിൽ മാത്രം തത്വമയിക്ക് 10 ലക്ഷം സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്താൻ ഏതാനും ചുവടുകൾ മാത്രമാണ് ബാക്കി. മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും തത്വമയിയുടെ നിറസാന്നിധ്യം തുടരുകയാണ്. ഈ അവസരത്തിൽ ഞങ്ങൾക്ക് നിങ്ങളോടുള്ള അഭ്യർത്ഥന ഞങ്ങളോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആണെങ്കിലും ഞങ്ങളുടെ വരിക്കാരാകുക, ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് തത്വമയിയുടെ ഈ സന്ദേശം പ്രചരിപ്പിക്കുക. ഞങ്ങളോടൊപ്പം നിൽക്കൂ, രാഷ്ട്രത്തോടൊപ്പം നിൽക്കൂ, ദേശീയതയ്ക്കൊപ്പം സഞ്ചരിക്കൂ.